ദൈവപ്രവൃത്തികൾ ഈ പ്രാർത്ഥനകളിലൂടെ വെളിപ്പെടുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എസ്തേർ ഒരു കാലഘട്ടത്തും കൊട്ടാരത്തിനകത്ത് വരേണ്ടവളല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഈ ശരിക്കും പറഞ്ഞാൽ അവള് സ്തോത്രം ചെയ്തു. ഈ യഹൂദന്മാരെ ഒളിച്ചു കളഞ്ഞ് കൊളയേണ്ട കൂട്ടത്തിനകത്ത് അവളെ തട്ടിക്കളയേണ്ടതാണ്. സ്തോത്രം. എന്നാൽ ചരിത്രം മാറി, ചരിത്രം തിരുത്തി കുറിച്ചു. സ്തോത്രം ചെയ്തു, ഹല്ലേലൂയ. അവൻ ഈ രാജ്യത്തിൽ ആരൊക്കെ സ്തോത്രം ചെയ്തു ദൈവമക്കൾക്ക് വിരോധമായി അവരെ കൊല്ലുവാൻ സ്തോത്രം ചെയ്യുന്നു അധികാരപത്രം വാങ്ങി നിന്നോ സ്തോത്രം തിരിച്ച് അവരെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അങ്ങോട്ട് മാറി. സ്തോത്രം. ഇതെല്ലാം നിങ്ങൾക്കറിയാം. ചരിത്രം എന്ന് പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. ഇതിൽ നോക്കണം. അവസാനം സ്തോത്രം ഈ ഹാമാൻ ഇവിടെ ചെന്ന് നിൽക്കുന്നു. സ്തോത്രം. മൊർദെഖായിയെ കൊല്ലുവാൻ തക്കവണ്ണം കഴുകുവരം ഒരുക്കി കാത്തിരുന്നവൻ അതേ കഴുകുവരത്തിൽ തൂക്കി നിൽക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? സ്തോത്രം ചെയ്തു, ഹല്ലേലൂയ. ഇന്നുകാലം വിശ്വസിച്ചോ? പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ, ഉപവസിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, സ്തോത്രം ചെയ്തു കൂട്ടായ്മകളിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തകർക്കുവാൻ ഒരു മാനുഷിക പൈശാചിക അധികാരങ്ങൾക്ക് സാധ്യമല്ല. കാരണം നിങ്ങൾക്ക് വിരോധമായി വരുന്നതിന് തിരിച്ചു വിട്ടുകൊണ്ട് ജാതികളിൽ വരുത്തി ദൈവത്തിന്റെ ന്യായവിധിയുടെ നാളുകളിൽ ദൈവം ന്യായം വിധിക്കുമെന്ന് വിശ്വസിക്കുന്നവരെ പറയണം. എന്റെ ദൈവം എന്നെയും എന്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്ന ദൈവമാണ്. എന്റെ തലമുറയെ സംരക്ഷിക്കുന്ന ദൈവമാണ്. എന്റെ ഭാര്യയെ സംരക്ഷിക്കുന്ന ദൈവമാണ്. എന്റെ ഭർത്താവിനെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് വിരോധമായി ആരെന്തൊക്കെ പദ്ധതികൾ ഒരുക്കിയാലും ആ പദ്ധതികളെ പൊളിക്കുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് ഒരു കാര്യം എന്തല്ല, അസാധ്യമല്ല. സാധ്യതകളെ ദൈവം മാറ്റും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ഒരു 24 മണിക്കൂർ ചരിത്രം പറഞ്ഞ് 24 മണിക്കൂർ സമയം എവിടെയും കാണാനില്ല. ഇവിടെ വേറൊന്നുമല്ല. യോശുവ പറഞ്ഞു സ്തോത്രം ചന്ദ്രനോട് സൂര്യനോട് പറഞ്ഞ് അവിടെ നെല്ല് കുറച്ച് തരാം. സ്തോത്രം. ബൈബിൾ അതിന് വ്യക്തമായി പറയുന്നു ഈ സമയം കാണാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, ഭക്തന്റെ വാക്കിന്റെ മുമ്പിൽ സ്തോത്രം സമയം ഇവിടെ നിന്നു. ഇതുവരെയും ആരുടെ മുമ്പിൽ അവൻ സമയം നിന്നിട്ടില്ലെങ്കിൽ ഭക്തന്റെ വാക്കിന്റെ മുമ്പിൽ ആ ചരിത്രവും തിരുത്തി കുറിച്ചു. വാക്കിന് മുമ്പിൽ സമയം സ്തോത്രം നിൽക്കുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവമക്കൾ ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും വാക്കിന് അധികാരമുണ്ട് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വാക്കിന് അധികാരമുണ്ട്. സ്തോത്രം. നിങ്ങൾ അധികാരത്തിന്റെ വാക്കുകൾ പറയണം. സ്തോത്രം ചെയ്തവൻ ഭയത്തിന്റെ വാക്കുകൾ പറയില്ല. ഭയത്തിന്റെ വാക്കുകൾ പറയില്ല. സ്തോത്രം ചെയ്തവൻ നെഗറ്റീവ് ചിന്തിക്കരുത്, നെഗറ്റീവ് പറയരുത്. പോസിറ്റീവായി ചിന്തിച്ചു തുടങ്ങുക, പോസിറ്റീവായി പറഞ്ഞു തുടങ്ങുക. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. നെഗറ്റീവ് യേശുവിന്റെ നാമത്തിൽ മാറ്റിവെക്കുന്ന പകൽക്കാലം എല്ലാത്തിനും നെഗറ്റീവാണ്. എല്ലാത്തിനും നെഗറ്റീവാണ്. നെഗറ്റീവിനെ മാറ്റിവെക്കണം. പോസിറ്റീവിലേക്ക് നമ്മളെല്ലാം കയറി വരണം. നമ്മൾ ഓരോരുത്തരും പോസിറ്റീവ് എന്നൊരു ചിന്തയിലേക്ക് കയറി വരണം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ചിന്തകൾ എപ്പോഴും പിന്നിലേക്ക് പോകുന്നു. എങ്ങോട്ട് പോകുന്നു? പിന്നിലോട്ട് പോകുന്നു. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. അവൻ സംഭവിക്കുമോ, നടക്കുമോ, പോകുമോ, നാം എന്നൊക്കെയുള്ള ചിന്തകളാണ് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ നടക്കുമെന്നും ഇത് കഴിയുമെന്നും ഞാനത് നേടുമെന്നും ഒക്കെ പറഞ്ഞ് നമ്മളൊന്ന് തുടങ്ങണം. ഹല്ലേലൂയ. ഇവിടെ പറയണം, കർത്താവിന്റെ നാമത്തിൽ പറയണം. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുണ കാണാം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ശാരീരികമായി ഒത്തിരി ബലഹീനനാണ്. സംസാരിക്കണമെന്ന് കഴിയുന്നില്ല. എങ്കിലും അവ എണീറ്റുന്ന പുത്രത്തോളം ബലത്തോടെ സംസാരിക്കാൻ കൃപ തരുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ.
എസ്തേർ ഇപ്പൊ എവിടെ കിടക്കുന്നു നോക്കിയാ സ്തോത്രം ചെയ്യുന്നു. അവൻ അടിമയായി പിടിച്ചുകൊണ്ടത് ഇവിടെ കിടക്കുകയാണ്. എന്നാൽ ഒരു സമയമായപ്പോൾ ദൈവം അവളെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്നു. കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്നു. ഈ വിഷയ നടുവിൽ 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ എസ്തേർ എവിടെ കിടക്കുന്നത് അറിയാമോ? എസ്തേർ ഇപ്പൊ കൊട്ടാരത്തിനകത്താണ്. എന്തിനാണ് എസ്തേർ കൊട്ടാരത്തിനകത്ത് ആക്കിയത്? സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അതിന് ഒരു ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. മൊർദെഖായി എസ്തേറിനോട് പറയുന്നു, അഭിസ്തോത്രം, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരിടത്ത് 4-ന്റെ 14 വായിക്കാമോ? ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരിടത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും വരും എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു. യഹൂദൻ എന്റെ ജനമാണ്, എന്റെ സന്തതിയാണ്. നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും സ്തോത്രം, ഞാൻ മറ്റൊരാളെ കൊണ്ട് എന്റെ ജനത്തെ ഞാൻ വിടുവിക്കും. പറഞ്ഞ് മനസ്സിലാകുന്നു? അതുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരത്തെ നീ എന്ത് ചെയ്യരുത്? മുടക്കിക്കളയരുത്. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രചോദനവുമായി പ്രേയർഫോർ എന്ന പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇവിടെ ഈ ദേശത്ത് കടന്നു വന്ന് ഈ സമയമാണ് നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്നുവെങ്കിൽ ഇത് നിങ്ങളോടൊരു അറിയിപ്പാണ്. അവർ സ്വതന്ത്രം നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിലും രക്ഷ പകരും. എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നോക്കണം, അഭിസ്തോത്രം എസ്തേറിനോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വിഷയം പറഞ്ഞാൽ അവള് പേടിച്ചു. കാരണം പറഞ്ഞാൽ രാജാവിന്റെ അരികിൽ ചെല്ലാൻ യാതൊരു ചാൻസും ഇല്ല. ഹല്ലേലൂയ. ഞാൻ പറയും, എസ്തേർ പ്രാർത്ഥിച്ചത് നമ്മൾ പ്രാർത്ഥിച്ചതുപോലെയല്ല, നമ്മൾ ഉപവസിച്ചതുപോലെയല്ല എസ്തേർ ഉപവസിച്ചത്. എസ്തേറിന്റെ ഉപവാസം ജീവൻ പണയം വെച്ചിട്ടായിരുന്നു. നമ്മൾ ആരെങ്കിലും ജീവൻ പണയം വെച്ചിട്ടാണോ ഉപവസിക്കുന്നത്? അതോ ആരും അല്ല, നമ്മളാരും ജീവൻ പണയം വെച്ചിട്ടല്ല ഉപവസിക്കുന്നത്. എസ്തേർ ഉപവസിച്ച് ജീവൻ പണയം വെച്ചിട്ടാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഉപവാസം കഴിഞ്ഞ് രാജാവിന്റെ അടുത്ത് രാജാവ് പൊൻചൻ കൊല്ലെടുത്ത് നീട്ടിയില്ലെങ്കിൽ ഒരു ശബ്ദം ആരവിടെ ഇവിടെ നേരെ പിടിച്ചോണ്ടു ഇവിടെ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടാണ് എസ്തേർ പ്രാർത്ഥിച്ചത്. സ്വതം പ്രാർത്ഥിച്ചവരുടെ ചരിത്രത്തെ ദൈവം മാറ്റാനിടയായി തീർന്നു. അവൾ സ്വതം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു, രാജാവിന്റെ അരികിൽ ചെന്നു. രാജാവിന്റെ അരികിൽ ചെല്ലുമ്പോൾ രാജാവിന്റെ ചോദ്യമുണ്ട്, നിനക്ക് എന്ത് വേണം? രാജാവിന് അവളോട് കൃപ തോന്നി എന്നാണ് പറയുന്നത്. സ്തോത്രം ചെയ്തു. ദൈവത്തിന് മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. മറിയയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചതുപോലെ രാജാവിന് അവളോട് കൃപ തോന്നി. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു എസ്തേറിനോട് ദൈവത്തിന് കൃപ തോന്നിയാൽ നിന്റെ സ്ഥിതി മാറാൻ പോവാ, നിന്റെ ചരിത്രം മാറാൻ പോവാ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ അതുകൊണ്ട് ശക്തിയോടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ചില നിമിഷങ്ങൾ കൂടെ ഈ ആരോഗ്യത്തിൽ നിന്ന് സൃഷ്ടിപ്പാൻ അഭിഷേകത്തിൽ പകരപ്പെടേണ്ടതിനാൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. നോക്കണമേ, സ്തോത്രം ചെയ്യുന്നു. അവൾ പ്രാർത്ഥനയോടെ രാജാവിന്റെ അരികിൽ ചെല്ലുന്നു. രാജാവ് ചോദിക്കുന്നു, നിനക്ക് രാജ്യത്തിന്റെ പകുതി വേണോ? വേണ്ട, എനിക്ക് രാജ്യത്തിന്റെ പകുതി ഒന്നും വേണ്ട. എന്റെ വിഷയം ഇതാണ്, എന്റെ നിലത്തെ കൊന്നുപൊടിപ്പാൻ ഒരുവൻ അധികാരപത്രം വാങ്ങി നിൽക്കുന്നു. സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അവൻ എന്റെ ജനത്തിന് ഒരു രക്ഷ വേണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അവൻ ഇതൊന്നും പെട്ടെന്നൊന്നും പറഞ്ഞില്ല. അവള് വിളിച്ചത് ഞങ്ങളുടെ വിരുന്നിന് വാ. സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവങ്ങള് ആരെങ്കിലുമൊക്കെ സ്നേഹത്തോടെ വിരുന്നിന് വിളിക്കും, നോക്കിയും പാത്തൊക്കെ പോകണം. മലയാളത്തിൽ നമ്മുടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ നോക്കിയും പാത്തൊക്കെ പോയ കൊള്ളാം. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വിരുന്നിന് വിളിക്കുന്നത്. സ്വന്തം കല്യാണം സ്നേഹിച്ച് പണിക്ക് തന്നിട്ട് അവസാനം ഒരു പാരയും കൂടെ വെച്ച് വിടും. സ്വന്തം അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കിയും പാത്തൊക്കെ എന്ത് ചെയ്യണം? പോണം. കേട്ട പൈസ. ഹല്ലേലൂയ. നിങ്ങൾ ഇരിപ്പ് കണ്ടപ്പോൾ ഒരു പേടി തോന്നി. സ്വന്തം ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോ ആ വിരുന്നിൽ വെച്ചാണ് കാര്യങ്ങളുടെ ഗതി മാറുന്നത്, സ്ഥിതി മാറുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, സ്തോത്രം എല്ലാം പറയാൻ സമയത്ത് അതിനെ ഓടിച്ചു പോകുന്നത്. അവൻ ഈ ലാസ്റ്റിലേക്ക് വരുമ്പോൾ അവൻ സ്തോത്രം തന്റെ ജനത്തിന് രക്ഷയായി തീരാനിടയായി തീർന്നു. അവൻ ഹാമാന്റെ കയ്യിൽ ഇരുന്ന അധികാരപത്രം ഇപ്പോൾ ഇരിക്കുന്നത് മൊർദെഖായിയുടെ കയ്യിലാണ്. ഇതിന് പിന്നിൽ നടന്നത് ഈ 3:15-നും 8:15-നും ഇടയിൽ നടന്നത് ഒരു ഉപവാസവും ഒരു പ്രാർത്ഥനയുമാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതൊരു ഉപവാസ പ്രാർത്ഥന അല്ലെങ്കിൽ പോലും
ഉപവസിക്കാൻ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിന്റെ ഉപവാസത്തിന് മറുപടി ഉണ്ടാകും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. ഇപ്പൊ 3:15-നും 8:15-നും ഇടയിൽ നടന്നത് മറ്റൊന്നുമല്ല, യുദ്ധമൊന്നുമല്ല, ഒറ്റ ഉപവാസ പ്രാർത്ഥനയാണ്. ആ ഒറ്റ ഉപവാസം കഴിഞ്ഞപ്പോൾ സ്തോത്രം ചെയ്തു, ഹാമാന്റെ കയ്യിലിരുന്ന അധികാരമോതിരം അഭിസ്വത ഉപവസിച്ച് മൊർദെഖായിയുടെ കരത്തിൽ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണം കാത്തിരുന്ന എസ്തേറിനോട് സ്തോത്രം ചെയ്തു, ഹല്ലേലൂയ. രാജാവ് നിനക്ക് എന്താ വേണ്ടത്? രാജ്യത്തിന്റെ പകുതി വേണം. മനസ്സിലായോ? ചരിത്രം മാറുക. സ്തോത്രം ചെയ്യുന്നു. പിന്നത്തെ അങ്ങോട്ട് പോകുമ്പോ സ്തോത്രം ചെയ്യുന്നു. 6-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. സ്തോത്രം, അധികാരപത്രമായി നിൽക്കുന്ന ഹാമാനെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹാമാനെ, ഞാൻ മാനിക്കാനിരിക്കുന്നവനെ എന്ത് ചെയ്യണം? ഹാമാൻ പറഞ്ഞു, എന്നെ അല്ലാതെ രാജാവിനെ ആരെയാ മാനിക്കാൻ പോകുന്നത്? അതുകൊണ്ട് രാജാവിന്റെ കുതിര, രാജാവിന്റെ രഥം, രാജാവിന്റെ വസ്ത്രം, രാജാവിന്റെ കിരീടം. അഹങ്കാരമല്ലേ പറഞ്ഞത്? വേറെന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞ പോരായിരുന്നു. രാജാവ് വെക്കുന്ന കിരീടം തന്നെ കൊടുക്കുന്നതൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും രാജാവ് ഇപ്പം പറഞ്ഞത് കേട്ടെല്ലാം കൊടുത്തു. ഇതെല്ലാം എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കൊടുത്തത് അപ്പോഴത്തെ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ചരിത്രം മാറാൻ പോകുന്നവൻ ഒരുവൻ പ്രാർത്ഥിക്കുന്നവനപ്പുറം നിൽക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നത്തെ ഒരു സംഭവം കൂടെയുണ്ട്. സ്വന്തം ഈ സംഭവം നടക്കാൻ കാരണം വേറൊന്നുമല്ല. 2-ാം അധ്യായത്തിനകത്ത് സ്തോത്രം ചെയ്ത ഭാഗം കിടപ്പുണ്ട്. രാജാവിനെ കൊല്ലുവാൻ തക്കൊണ്ട് രണ്ടുപേരും പദ്ധതികൾ ഒരുക്കി. ഈ കാര്യം മൊർദെഖായി മുഖാന്തരം സ്തോത്രം രാജകൊട്ടാരത്തിൽ അറിയിക്കും. രാജാവ് ജീവൻ രക്ഷിക്കുകയും ചെയ്തു. അത് മുഖാന്തരം ഈ പദ്ധതികളോട് ഒരിക്കവരെ കൊന്നുകളഞ്ഞു. എന്നിട്ടും രാജാവ് സ്തോത്രം ഈ മൊർദെഖായിക്കൊക്കെ ഒന്നും കൊടുത്തില്ല. നമ്മളിങ്ങനെ ചില ഉപകാരങ്ങൾ ചെയ്ത ഒരു നന്ദി വാക്കുപോലും സമയത്ത് പറയത്തില്ല, അത് മേടിക്കണ്ട. അപ്പോഴും നന്ദി പറഞ്ഞില്ലെങ്കിലും ദൈവം ചിലത് കരുതി കൂട്ടി വെച്ചിരുന്നു. രാജാക്കന്മാരുടെ കാലഘട്ടം അങ്ങനെയല്ല. രാജാവിന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ രാജാവ് എന്ത് ചെയ്യും? ആളെ കൂട്ടി വിളിച്ചു പറഞ്ഞ് ഇവർ ഈ പൊന്മോദരം കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കുന്നു പറഞ്ഞ് ഇവരെ മാനിക്കും. എന്നാൽ അതൊന്നും ചെയ്തില്ല. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് സ്തോത്രം ചെയ്യുന്നു ഈ വിഷയം ഇവിടെ വെളിപ്പെടുന്നത്. രാത്രി രാജാവ് ഉറക്കം വരാത്തത് കൊണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം എടുത്ത് വായിച്ചു. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ സ്തോത്രം ചെയ്തു, ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, രാജാവിനെ കൊല്ലുവാൻ പദ്ധതി ഒരുക്കിയതും മൊർദെഖായി എന്ന മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ എന്ന് അറിയിച്ചതും അത് മുഖാന്തരം രാജാവ് രക്ഷപ്പെട്ടതും ഒക്കെ ചരിത്രം ഇവിടെ വായിച്ചു. അപ്പോഴാണ് രാജാവ് ചോദിച്ചത്, ഞാൻ മാനിക്കാനിരിക്കുന്നവന് ഞാൻ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്തു, ഹല്ലേലൂയ. ചരിത്രം മാറുന്ന ഭാഗം നോക്കണമേ. ദൈവത്തിന്റെ ചരിത്രം മാറ്റുന്ന വിഷയമായിട്ടാണ്. സ്തോത്രം. അന്നൊന്നും കിട്ടിയില്ലെങ്കിലും സ്തോത്രം ചെയ്തു. മൊർദെഖായിയുടെ കഷ്ടകാല സമയത്ത് ദൈവമഹത്വം വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് എനിക്കൊരു ആലോചന പറയുവാനുണ്ട്. നിങ്ങളെ ആരും മാനിച്ചില്ലെങ്കിലും, നിങ്ങളെ ആരും ബഹുമാനിച്ചില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം തക്ക സമയത്ത് ചില മാന്യതകൾ കരുതി വെച്ചിട്ടുണ്ട്. അവൻ ഭാരപ്പെടേണ്ട. ദൈവം ചിലത് കരുതി വെച്ചിട്ടാ വിളിച്ചത്. ദൈവം തക്ക സമയത്ത് വഴികൾ തുറക്കാനായി തീരും. ഇന്ന് പകൽ വിശ്വസിച്ചോളൂ. ആരും മാനിച്ചില്ലെങ്കിലും മാനിക്കുന്ന ദൈവത്തിന്റെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച നിമിഷങ്ങൾ ദൈവത്തോട് മഹത്വപ്പെടുകയാണ്. ശക്തമായ ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ. ദൈവം യാതൊരുപെട്ട എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ. ചിലത് വെളിപ്പെടേണ്ട ഭാവി പ്രിയപ്പെട്ടവരുടെ ചില രോഗശക്തി അഴിയപ്പെടട്ടെ. ചില പ്രതികൂലങ്ങൾ മാറട്ടെ. തകർത്തുകളിൽ നിന്ന് വാദിച്ച് വ്യാപരിച്ച ചില രോഗത്തിന്റെ കേട്ടുകളെ സ്വർഗം അഴിച്ച് പുറത്തെടുത്ത വാക്കുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പൂർണ്ണ വിടുതൽ ശരീരത്തിലെ വെളിപ്പെട്ടു വരട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ ഈ കർത്താവിനെ സേവിക്കുന്ന അഭിഷേകം ദാസനത്തെ വെളിപ്പെടട്ടെ. അപ്പോ ഇവർ നോക്കണമേ, സ്ഥിതികളൊക്കെ മാറി. ഇപ്പോൾ സ്തോത്രം ചെയ്തു അധികാരമോതിരവും മുദ്രമോതിരവും കയ്യിൽ വാങ്ങി സ്തോത്രം ചെയ്തു മൊർദെഖായി നിൽക്കുന്നു. സ്തോത്രം. യഹൂദനെ കൊല്ലാൻ ആര് വാണെടുത്തോ അവരെല്ലാം മുച്ചൂടും കുടിച്ചു കളയുവാൻ അവൻ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അവൻ എന്താണ് അധികാരപത്രം വാങ്ങി തന്റെ ജനത്തിന് അറിവ് കൊടുത്തു. തന്റെ ജനം കൊണ്ട് ഇറങ്ങി സമയമായപ്പോൾ എല്ലാത്തിനും ഒതുക്കി. ഒറ്റേണ്ടതിനെ വെട്ടി, തകർക്കേണ്ടതിനെ തകർത്തു, വീഴ്ത്തേണ്ടതിനെ വീഴ്ത്തു. ഹല്ലേലൂയ. ഇതുവരെ എന്തായിരുന്നു ചരിത്രം? സ്വതം ഈ ജനത്തെ പേടിച്ച് യഹൂദൻ വിടാതിരുന്നു. പേടിച്ച് നടന്നു. സ്തോത്രം. എന്നാൽ എല്ലാവരെ ഒതുക്കി, എല്ലാവരെ വീഴ്ത്തി കഴിഞ്ഞപ്പോൾ
ചരിത്രം കൊണ്ട് മാറി. നമ്മി സ്തോത്രം ചെയ്തു. 8:15 ഒന്നുകൂടെ വായിക്കാം. ജീവിതത്തിൽ